ഗണേശ സേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വർഷത്തെ സാർവജനിക ഗണേശോത്സവത്തിന് തുടക്കമായി. പുലർച്ചെയോടെ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമായി 50ഓളം കേന്ദ്രങ്ങളിൽ ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ഭദ്രദീപം കൊളുത്തി പൂജകൾ ആരംഭിച്ചു. ഇന്ന് മുതൽ 3 ദിവസങ്ങളിലായി പൂജാതി കർമ്മങ്ങൾ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി ഭൂരിഭാഗം ഇടങ്ങളിലും കലാപരിപാടികളും അന്നദാനവും ഉണ്ടാകും. പൂജിച്ച വിഗ്രഹങ്ങൾ 3-ാം ദിവസമായ വെള്ളിയാഴ്ച വൈകുന്നേരം രഥത്തിലേറ്റി കണ്ണൂർ കനകത്തൂർക്കാവിന് സമീപമുള്ള മൈതാനിയിൽ എത്തിക്കും. തുടർന്ന് നിമഞ്ജന ഘോഷയാത്ര പുറപ്പെടും. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നിമഞ്ജന ഘോഷയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രഭാത് ജംഗ്ഷൻ, സ്റ്റേഷൻ റോഡ്, മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, SN പാർക്ക്, പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ വഴി ഘോഷയാത്ര പയ്യാമ്പലം കടൽ തീരത്ത് എത്തിച്ചേരും. രാത്രി 11 മണിയോടെ കടൽ തീരത്തെ കർമ്മങ്ങൾക്ക് ശേഷം ഗണേശ വിഗ്രഹങ്ങൾ കടലിൽ നിമഞ്ജനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ 1. Aster MIMS Hospital. We'll treat you well. Chala East, Kannur.